Guys, so welcome to another video of Middle Class Voice. So ഇതിനകത്ത് നമ്മൾ SSB ഇൻ്റർവ്യൂവിൻ്റെ ഡേ 1 തൊട്ടുള്ള പരിപാടികൾ നമുക്ക് നോക്കി തുടങ്ങിയാലോ. സോ നിങ്ങൾ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് വന്നോ ഇങ്ങോട്ട്. അപ്പോൾ 5 day SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസിനകത്ത് ഓഫീസേഴ്സായി കയറുന്ന എല്ലാ ആൾക്കാരും കടന്നു പോകേണ്ട ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഒരു കാൻഡിഡേറ്റിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ദിവസം സ്ക്രീനിങ് ആണ്, രണ്ടാമത്തെ ദിവസം പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടക്കും, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കും, ഇൻ്റർവ്യൂ ഉൾപ്പെടെ നടക്കും, ദെൻ ഫൈനൽ ഡേ ഒരു കോൺഫറൻസ് എന്നുള്ള പരിപാടിയാണ്. ഇതാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേയിലോട്ട് പോകാം. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിങ്ങിനകത്ത് പ്രധാനമായിട്ടും 2 ടെസ്റ്റുകളാണ് ഉള്ളത്. അതിനകത്ത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ OIR ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ്. ഇത് നമ്മുടെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും കാര്യങ്ങളും നമ്മുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എഴുത്ത് പരീക്ഷയാണ് കേട്ടോ. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ അതിനകത്ത് അത് ബബിൾ ചെയ്ത് കൊടുക്കണം, അത് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് വെർബലും നോൺ വെർബലും ആയിട്ടുള്ള റീസണിങ് എബിലിറ്റീസ് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ OIR ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു PPDT എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റിംഗ് എന്നുള്ളത്. അതായത് ഒരു പിക്ചർ കാണിച്ചു തരും, ആ പിക്ചർ കുറച്ച് സമയത്തേക്ക് കാണുള്ളൂ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് പെർസെപ്ഷൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കുക, പിന്നെ ആ സ്റ്റോറി തുടർന്നുള്ള ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പിന്നെ വരാം. നമുക്കൊരു കാര്യം ചെയ്യാം. സ്ക്രീനിങ്ങിനകത്ത് ആദ്യം നടക്കുന്നത് ഈ ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് എന്നുള്ള OIR ടെസ്റ്റിംഗ് ആണ്. അതിൻ്റെ 1-2 സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇതിൻ്റെ OIR സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ തന്നെ SSB ക്രാക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള എന്ത് കിട്ടും, സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇതെല്ലാം കിട്ടും കേട്ടോ. വെർബൽ നോൺ വെർബൽ ടെസ്റ്റാണ് ഇതിനകത്തുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മോസ്റ്റ് കേസസിനകത്ത് ഓരോ സെറ്റിനകത്ത് 40 തൊട്ട് 50 ക്വസ്റ്റ്യൻസ് വരെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ സെറ്റും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സമയം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സോ ഇപ്പം ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമെങ്കിലേ ഇത് കണ്ടോ, 2 ക്യൂബ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ടു ക്യൂബ്സ് ആർ അലൈക്ക് ഓർ നോട്ട്. ഓക്കെ, ഇത് ഒരുപോലെയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ചെറിയ ഒബ്സർവേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. ഇത് കണ്ടോ, ഒരു വേർഡും അതുമായിട്ട് റിലേഷൻ ആയിട്ടുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്, എലിഫൻറ്റ് 10. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ എന്നുള്ളത് എന്തായിരിക്കും? ജസ്റ്റ് റീസണിങ് എബിലിറ്റി ചെക്ക് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. അതേപോലെ കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, 80 ഈസ് റിലേറ്റഡ് എസ് 40. 80 40 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ 60 ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തൊക്കെ ആയിരിക്കും? ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റീസണിങ് എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, ആദ്യത്തെ 2 ഫിഗേഴ്സ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. സിമിലർലി ഈ ഫിഗേഴ്സ് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക, ഓഡ് മാൻ ഔട്ടിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ 3 പിക്ചേഴ്സ് തന്നിരിക്കുന്നത് അതൊരു ഓർഡറിൽ പോകുന്ന പിക്ചേഴ്സ് ആയിരിക്കും. ആ ഒരു സീക്വൻസിൽ 4ാമത്തെ പിക്ചർ ഏത് വരും? അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും, ഒരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ഇതിനകത്ത് നിങ്ങൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം പിക്ക് ചെയ്ത് പെട്ടെന്ന് ചെയ്യണം. റാദർ ദാൻ നിങ്ങൾ വേറെ പാടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ടൂ മച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം പിക്ക് ചെയ്ത് അത് കറക്റ്റ് ആക്കുക. ദെൻ യു ക്യാൻ കം ബാക്ക് ആൻഡ് ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം അറ്റൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനകത്ത് വേറെ ഒന്നും മാർക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ആൻറ്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്, ബുക്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ടെസ്റ്റ് എളുപ്പമായിരിക്കും.